സദാ ബാലരൂപാപി വിഘ്നാദ്രിഹന്ത്രിം മഹാദന്തിവക്ത്രാപി പഞ്ചാസ്യമാന്യ വിഹിന്ദ്രാതിമൃഗ്യാ ഗണേശാഭിധാമേ വിദഗ്ധാം ശ്രീം കാവി കല്യാണമൂർത്തിം. ഓം 51 അക്ഷരം ചേർന്നഴകിയ തനുവായി ദേഹമധ്യത്തിൽ നിന്നിട്ടമ്പിൽ സ്തംഭം കണക്കേ ശിരസി തലയുമായി ഉള്ളിലാറബ്ജമോടും വൻപിൽ പൊങ്ങും സുഷുമ്നയ്ക്കകമതിലുളവാം പത്മമാറിങ്കലും ചേർന്ന് 51 ഒത്തുവാഴും ദളമതിലമരും വിദ്യപദ്യം തരേണം. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം വിശ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലാചലം സർവദാ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സൽഗുരം ത്വം നമാമി. ഓം ബ്രഹ്മാവും മിഹിരൻ വസിഷ്ഠൻ പുലശൻ ഗർഗൻ മയൻ ലോമശൻ ശ്രീപത്യാര്യഭടൻ വരാഹമിഹിരൻ ലല്ലൻ സമുജ്വാലകൻ ഗോവിന്ദൻ പരമേശ്വരൻ ഗുരുവരൻ രാമൻ തഥാ കൃഷ്ണനും ഗോളജ്ഞാനികളായ മാധവമുഖന്മാരും തുണച്ചീടണം. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ശാന്തി, ദൈവകൃപ, എല്ലാ സുഖങ്ങളും ആയുരാരോഗ്യവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും പേരുകൾ തന്ന മക്കളെ ഈ പ്രാർത്ഥന ഈ ഭാഗവതം വായിക്കുന്ന എല്ലാ മക്കളെയും ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇന്നാരിന്നാരെന്നില്ല മക്കളെ എല്ലാവരെയും ഭഗവാൻ അർപ്പിക്കുന്നു. അതിൽ സ്മിത, രുക്മിണി മോഹൻ, രാധാ ശിവാനന്ദൻ, ജയ അനിൽ, ജഗദമ്മ, വത്സല ചെല്ലപ്പൻ, ബിജി ബിജു, നിർമ്മല രമേഷ്, പത്മകുമാരി, ഗീതാ നായർ, ഗീത, ജയശ്രീ ബാബു, സുമതി, സുരേഷ് ബാബു, പ്രസന്ന, ശ്രീല, പ്രത്യേകം പേര് തന്ന മക്കളെ പ്രത്യേകമായി ഭഗവാനിൽ അർപ്പിക്കുന്നു. കാരണം എന്തെങ്കിലും ആഗ്രഹങ്ങൾ കൊണ്ടാണല്ലോ, ഒന്നിൽ ആത്മീയമായി നിറയാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കോ. അപ്പം പ്രത്യേകിച്ച് ഭഗവാനിൽ അർപ്പിക്കുന്നു. ഭഗവാൻ എല്ലാവരെയും കാത്തുകൊള്ളണമെന്നും എന്താണ് എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ആഗ്രഹങ്ങൾ അതൊക്കെ നിറവേറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ഞാനൊന്ന് ഉണർത്തിക്കാവുന്നേ ഉള്ളൂ. എല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിക്കണം മക്കളെ. അല്ലാതെ ഞാൻ വയറിറച്ച് കഴിച്ചാൽ നിങ്ങളുടെ വയറ് നിറയില്ലല്ലോ. എല്ലാവരും വിചാരിക്കും അമ്മ അതിനുവേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഒരു പരിധിവരെ പറ്റൂ മക്കളെ. നമ്മുടെ മനസ്സ് അത്രത്തോളം ഭഗവാനിൽ എത്തിയെങ്കിലല്ലേ അത് പറ്റൂ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എപ്പോഴും എന്ത് വേണം? ഈ പ്രാർത്ഥനയെ പങ്കുകൊണ്ട് ഭഗവാന് പ്രാർത്ഥിക്കുക. ഭാഗവതം വായിക്കുമ്പോഴെല്ലാം ഭഗവാനെ സന്തോഷമായിട്ട് ആത്മാവിൽ നിറഞ്ഞ് സന്തോഷിക്കുകയും പാടി നാമങ്ങൾ ചൊല്ലുക, ധ്യാനിക്കുക. ഇതൊക്കെ പോകെ വർദ്ധിച്ച് വരുമ്പോൾ എല്ലാ കാര്യവും സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ഞാനും മക്കൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയിൽ നന്നായി മുഴുകി പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. കാരണം എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന പരമാത്മാവാണല്ലോ. അതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഭഗവാൻ ഈ മക്കളെയൊക്കെ തന്നത് ദൈവമാണല്ലോ, കൃഷ്ണൻ തന്നെയാണല്ലോ. നീ ഇത് തുടങ്ങൂ, അതാണല്ലോ എൻ്റെ ഉള്ളിൽ വേദന വന്നത് വെറുതെ അല്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി മക്കളെ ഇങ്ങനെ ഒരുക്കി എനിക്ക് തന്നതല്ലേ. ഞാൻ പറയും എനിക്ക് ഒരു മകനോ മകളോ ആരെങ്കിലും മതി, എനിക്ക് കൊടുത്തിട്ട് പോകണം. അപ്പോൾ മക്കളെയൊക്കെ തന്നതാരാ? ഭഗവാൻ തന്നെയാണല്ലോ. അപ്പോൾ എനിക്കത് പറയാതിരിക്കാനും പറ്റില്ല. ഭഗവാനെ അങ്ങടെ ആ മക്കളെ എല്ലാം കാത്തുകൊള്ളണമെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് സ്തുതിക്കാം. ഞാൻ എഴുതിയൊരു നാമം ഇപ്പോഴൊന്നും അല്ല, കുറച്ച് നാളായതാ. കാരണം അന്ന് കുഞ്ഞ് കണ്ണനെ ഞാനിങ്ങനെ ഉണരത്തില്ല. രാവിലെ ഉണര് കണ്ണ എന്ന് പറയുന്നൊരു പാട്ടായിരുന്നു. കണ്ണൻ ഇങ്ങനെ ഭയങ്കര ഉറക്കം. ഉണരേ ഉണ്ണീ ഉണരേ മമഗാനം കേട്ടുണരേ. മമ ഞാൻ പാടുന്നത് കേട്ട് എണീര് കണ്ണ എന്ന് പറയുക. ഉണരേ ഉണ്ണീ ഉണരേ മമഗാനം കേട്ടുണരേ. ചുരുൾമുടി കോതി കെട്ടിവയ്ക്കാം, കുണ്ടലഹാരങ്ങൾ അണിയിക്കാം,
പട്ടുടയാടകളിടുവിക്കാം മമഗാനം കേട്ടുണരേ. കണ്ണാ നീ ഉണരൂ, നിനക്ക് കുണ്ടലഹാരം, മാലയും കമ്മല് കുണ്ടലമൊക്കെ അണിയിക്കാം, നല്ല പട്ടുടയാടകളെല്ലാം നിന്നെ ഇടുവിക്കാം. നീ എൻ്റെ ഗാനം കേട്ട്, എൻ്റെ പാട്ട് കേട്ട് നീ ഉണരൂ. ഉണരേ ഉണ്ണീ ഉണരേ, മമഗാനം കേട്ടുണരേ. ചുരുൾമുടി കോതി കെട്ടിവയ്ക്കാം, കുണ്ടലഹാരങ്ങൾ ഇടുവിക്കാം, പട്ടുടയാടകളണിയിക്കാം, മമഗാനം കേട്ടുണരേ. ഉണരേ ഉണ്ണീ ഉണരേ, മമഗാനം കേട്ടുണരേ. അരയിൽ കിങ്ങിണി പൊന്നരഞ്ഞാണം, കാലിൽ ചിലമ്പും അണിയിക്കാം, അരയിൽ കിങ്ങിണി പൊന്നരഞ്ഞാണം, കാലിൽ ചിലമ്പും അണിയിക്കാം, കൈകൾ രണ്ടിലും വെണ്ണയും നൽകാം, മമഗാനം കേട്ടുണരേ. ഉണരേ ഉണ്ണീ ഉണരേ, മമഗാനം കേട്ടുണരേ. ഉണരേ ഉണ്ണീ ഉണരേ, മമഗാനം കേട്ടുണരേ. ഒരു 6-7 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഇത് ഞാനത്, അത്ര അല്ലെങ്കിലേ ഉള്ളൂ. ഇതൊക്കെ ആദ്യ പടികളാണ്, അന്നൊക്കെ ചൊല്ലുന്ന പാട്ടുകളാണ്. എപ്പോഴും ഞാനിത് സന്ധ്യാകുമ്പം കുറേ നാമങ്ങൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു എപ്പോഴും. അതുപോലെ തന്നെ അത് ഈ അടുത്ത കാലത്ത് എഴുതുക, 1 വർഷമൊക്കെ ആയുള്ളൂ. അത് കണ്ണനെ താലോലിച്ച് വളർത്താനൊരു കുഞ്ഞു കണ്ണനുണ്ടേ, നല്ലൊരു കുഞ്ഞു കണ്ണനാണ്, ആർക്കെങ്കിലും അതിന് വേണോ എന്നൊക്കെയുള്ളൊരു നാമമാണ്. താലോലിച്ചു വളർത്താനൊരു കുഞ്ഞിക്കണ്ണനുണ്ടേ, താലോലിച്ചു വളർത്താനൊരു കുഞ്ഞിക്കണ്ണനുണ്ടേ, ആ കണ്ണൻ്റെ പേരോ കണ്ണനുണ്ണി, ഉണ്ണികൃഷ്ണൻ, മായക്കണ്ണൻ, വെണ്ണക്കള്ളൻ, താമരക്കണ്ണൻ. പിന്നെയും പേരുകൾ വേറെയുണ്ടേ, പിന്നെയും പേരുകൾ വേറെയുണ്ടേ, കായാമ്പൂവർണ്ണൻ, കഴമുകിൽ വർണ്ണൻ, നന്ദകുമാരൻ, വാസുദേവൻ, ദേവകീ തനയൻ, കംസാന്തകൻ, ദാനവാരി, ലക്ഷ്മീപതി, ഭൂമിപതി. ഇങ്ങനെ പോകുന്നു പേരുകൾ, പേരു പറഞ്ഞാൽ തീരുകില്ല, ഇന്നു തീരുകില്ല. ഈ കുഞ്ഞിനെ വേണോ കുഞ്ഞിനെ? തരില്ല ഞാനിതു തരില്ല ഞാൻ, തരില്ല ഞാനിതു തരില്ല ഞാൻ. പ്രാർത്ഥിച്ചു വഴി പോലെ നേടിക്കൊൾ കുഞ്ഞിനെ, പ്രാർത്ഥിച്ചു വഴി പോലെ നേടിക്കൊൾ കുഞ്ഞിനെ. എല്ലാവർക്കും എല്ലാവർക്കും നേടുവാനുള്ളതാ, എല്ലാവർക്കും എല്ലാവർക്കും നേടുവാനുള്ളതാ. അപ്പോൾ ആർക്കും ഇത് എല്ലാവർക്കും ഉള്ളതാ, ആരോ എന്നും ചോദിച്ച് വാങ്ങിക്കണ്ട. ഈ കുഞ്ഞിനെ വേണോയെന്ന് ഞാൻ ചോദിക്കുന്നത് അത്ര ഇഷ്ടമുള്ളൊരു കുഞ്ഞാണ്, ഇതിന് ആർക്കെങ്കിലും ഇത് വേണോ? പക്ഷേ ഞാൻ കൊടുക്കൂല. എന്നാലോ ഇതെല്ലാവർക്കും തുല്യമാണ്, ആർക്ക് വേണമെങ്കിലും ഈ കുഞ്ഞിനെ കിട്ടും. അതുകൊണ്ട് എങ്ങനെ വേണം? പ്രാർത്ഥിച്ചു വഴി പോലെ നേടിക്കൊൾ കുഞ്ഞിനെ, പ്രാർത്ഥിച്ചു വഴി പോലെ നേടിക്കൊൾ കുഞ്ഞിനെ. എല്ലാവർക്കും എല്ലാവർക്കും നേടുവാനുള്ളതാ, എല്ലാവർക്കും എല്ലാവർക്കും നേടുവാനുള്ളതാ. എന്താ വഴി പോലെ? നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചാൽ കിട്ടത്തില്ല, അതിൻ്റെ വഴിപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കണം. അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാണ്ട് നമ്മളെ ഹൃദയശുദ്ധി ഉണ്ടാവണം, നമ്മുടെ ഉള്ളിലെ പാപങ്ങൾ അഴുക്കളെല്ലാം കഴുകിക്കളയണം, സജ്ജന സംസർഗം കൊണ്ട് നമുക്ക് ഭഗവാനിൽ ഭക്തി വർദ്ധിക്കണം, ആരാധിക്കണം. എല്ലാം കൊണ്ട് ഒരു വഴി ശരിയായി വരുമ്പോഴാണ് ഭക്തിയുടെ വർദ്ധിക്കുമ്പോൾ ഭഗവാനെ നമുക്ക് കിട്ടും. അതാണ് വെറുതെ എടുത്ത് ഒരാൾക്ക് കിട്ടുന്നതല്ല. അതാണ് ഞാൻ തരില്ല. ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ട എൻ്റെ കുഞ്ഞിനെ ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത്, സ്വന്തമാക്കിയത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണോ?
വേണമെങ്കിൽ വഴി പോലെ പ്രാർത്ഥിക്കൂ, അല്ലാതെ കിട്ടത്തില്ല. തരില്ല ഞാനിതു തരില്ല ഞാൻ, തരില്ല ഞാനിതു തരില്ല ഞാൻ. പ്രാർത്ഥിച്ചു വഴി പോലെ നേടിക്കൊൾ കുഞ്ഞിനെ, പ്രാർത്ഥിച്ചു വഴി പോലെ നേടിക്കൊൾ കുഞ്ഞിനെ. എല്ലാവർക്കും എല്ലാവർക്കും നേടുവാനുള്ളതാ, എല്ലാവർക്കും എല്ലാവർക്കും നേടുവാനുള്ളതാ. അതുകൊണ്ട് താലോലിച്ച് വളർത്താൻ നമുക്കൊരു കുഞ്ഞു കണ്ണനെ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ വഴിപോലെ പ്രാർത്ഥിക്കണം, അപ്പോൾ നമുക്ക് സ്വന്തമാക്കാം. അല്ലാതെ ആരെ കൊണ്ടും ചോദിച്ചാലോ ഇങ്ങോട്ട് എനിക്കൂടെ തായെന്ന് പറഞ്ഞാലോ കിട്ടുന്നൊരു കാര്യമല്ല. നമ്മൾക്ക് തന്നെ സ്വന്തമായി വഴിപോലെ എല്ലാ കർമ്മങ്ങളും എല്ലാം ശരിയായി വരുമ്പോൾ, ഭക്തിയും വർദ്ധിച്ചു വരുമ്പോൾ പരമാത്മാവിനെ നമുക്ക് നേടാം. അത് കുഞ്ഞൊരു കണ്ണനായിട്ടോ വലിയൊരു നാഥനായിട്ടോ പിതാവായിട്ടോ അമ്മയായിട്ടോ അച്ഛൻ, എങ്ങനെ വേണേൽ നമുക്ക് എന്താണ് ആഗ്രഹം? ഒരു കുഞ്ഞായിട്ട് വേണോ, ഒരു മകനായിട്ട് വേണോ, എങ്ങനെ വേണേലും നമുക്ക് വഴിപോലെ പ്രാർത്ഥിച്ച് കിട്ടുന്നതാണ്. അത് ഒരാൾക്ക് കിട്ടുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാനിന്ന് കൊതിച്ച് നിങ്ങളത് കൊതിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതാണ്. നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ വേണോ? പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് നിങ്ങൾ വഴിപോലെ വഴിപ്രകാരം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് നേടാം. അതാണ് ഇതിൽ പറയുന്നത്. എന്ത് നല്ലൊരു കുഞ്ഞാന്നറിയാമോ? അത് നേടിയെടുക്കണം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതിൻ്റെ ബാക്കി ഭാഗവതം വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ധേനുക വധം, ധേനുകനെ വധിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ധേനുകനാര? അസുരൻ. ആ വനത്തിലെ വലിയൊരു വൻ കാനനമുണ്ട്, പന കൊണ്ടുള്ള പനമ്പഴം. അവിടെ ആർക്കും കടക്കാൻ പറ്റുകയില്ല. ധേനുകൻ അവിടെ സ്വന്തമാക്കി വെച്ചേക്കുക. അവൻ അവിടെ വരുന്നതിന് മുന്നേ അവിടെ മനുഷ്യരൊക്കെ ചെന്ന് അതെടുക്കുകയും കഴിക്കുകയും പശുക്കളൊക്കെ പേടിയില്ലാതെ നിന്ന് പുല്ല് മേയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഈ അസുര രാജാവായ ധേനുകൻ അവിടെ നിലയുറപ്പിച്ചു. അവൻ്റെ വാസസ്ഥാനമാക്കി വച്ചു ഈ വനം, ഈ കൊടുങ്കാട്. അതുകൊണ്ട് മറ്റാരും അവിടെ കയറാനോ ഈ പനമ്പഴം ആർക്കും ഭക്ഷിക്കാനോ ഒന്നും കൊടുക്കത്തുമില്ല. ഭയന്നിട്ട് ആർക്കും ചെല്ലാനും പറ്റുകയില്ല. അപ്പോൾ ഭഗവാനും ബലരാമനും കൂടെ പശുക്കളെയും മേച്ചു കുട്ടികളുമായിട്ട് ശ്രീതാമാവും എല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞു, തിന്നാൻ എന്ത് സന്തോഷമായത്, എല്ലാവർക്കും കൊതിയാവുന്നു. അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ആദ്യം ഒരു കുട്ടി പറഞ്ഞു, പിന്നെ എല്ലാവരും പറയും എനിക്കും കൊതിയാവുന്നു, എനിക്കും കൊതിയാവുന്നു. അങ്ങനെ ബലരാമനും ഭഗവാനും കൂടെ കടാക്ഷം അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി എന്ത് ചെയ്താൽ ഇത് നമുക്കൊരു പണി പറ്റിക്കാം, ഉലുക്കി ഇടാം, കുട്ടികൾക്ക് അത്ര കൊതിയാണല്ലോ. അങ്ങനെ ബലരാമൻ മുഷ്ടി ചുരുട്ടി തടപടാന്ന് ഇടിച്ച് അങ്ങ് കുലുക്കി ഇട്ടപ്പോൾ ആ ധേനുകൻ, ഇവിടെ കുട്ടികൾ ആർപ്പുള്ളി എല്ലാവരും ആയപ്പോഴത്തേക്ക് ധേനുകൻ അവിടെ നിന്ന് വന്നു, ഇത് കണ്ടു. അങ്ങനെ ധേനുകൻ, എൻ്റെ ആലയമാണിത് നിങ്ങൾ അറിയാതെ കണ്ടാണോ ഇവിടെ വന്ന് പ്രവേശിച്ചത്? ഇത്രയും ഭയമില്ലാത്ത നിങ്ങൾ ആരാ, എന്താന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് നിന്നെ യമപുരിയിലേക്ക് ഞാൻ അയക്കാൻ വന്നതാണെന്ന് ബലരാമനോട് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു, ഞങ്ങളും രണ്ടും കൽപ്പിച്ച് തന്നെ വന്ന, നിന്നെ തന്നെ പെട്ടെന്ന് കാലപുരിക്ക് അയക്കുന്നതാണ്. അപ്പോൾ ഇവരങ്ങളിൽ യുദ്ധമുണ്ടായി. അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വട്ടത്തിലൊന്ന് ചുഴറ്റി എടുത്തങ്ങ് ദൃഷ്ടമായൊരു കരിമ്പന തന്നോട് പെട്ടെന്ന് എറിഞ്ഞു കളഞ്ഞാൻ. ചുഴറ്റിയ വട്ടം തിരിഞ്ഞു കൂടുന്ന അതിന് മുന്നമേ ദുഷ്ടനുടെ ജീവനൊട്ടാകുന്നു, ശവം ഇട്ട് കളകയത്രേ മറ്റെറിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇവനെ, ഈ ദുഷ്ടനെ തല ഈ ബലരാമനൊക്കെ ഇങ്ങനെ എടുത്തൊന്ന് പൊക്കി ചുഴറ്റി ഒരൊറ്റ ഏറി പനന്തോട്ടത്തിലേക്ക്. അപ്പോൾ ആ പനയുടെ തടിയിൽ തന്നെ വന്ന് കൊണ്ട് അവൻ്റെ ജീവൻ അങ്ങ് അകന്നു കുറേ അങ്ങ് പോയിട്ട് അവൻ ശവം ഇട്ടുകളകത്രേ മറ്റ് എറിഞ്ഞതും. തത്ര പുനരതേറ്റൊരു താലം മുറിഞ്ഞ അത്യന്തിക താലങ്ങൾ മേലേൽക്കയാൽ പൊട്ടി ഞെരിഞ്ഞു മുറിഞ്ഞ് അനേകം പന ഞെട്ടി അലച്ചോ പതിച്ചതോരോ വിധം. അങ്ങനെ ഓരോന്നിൻ്റെ മണ്ടിലിങ്ങനെ അത്യന്തിക താലങ്ങൾ മേലേക്ക്, അവിടെ ഈ ശാഖകളെല്ലാം ഓരോന്നിൻ്റെ മണ്ടേ മേൽമേലും വന്നപ്പോൾ പൊട്ടി ഞെരിഞ്ഞ് മുറിഞ്ഞ് അനേകം പനകളിങ്ങനെ ഒന്നിൻ്റെ മേളിൽ ഒന്ന് വീഴുമ്പോൾ ഓരോന്നോരോന്നായി മറിഞ്ഞ് ഭയങ്കര ഒരു കൊടുങ്കാട്ട് പോലെ, ഒരു ഇടിയും മഴയും പോലെ ഒരു ബഹളമായി. കേൾക്കുന്നവർക്ക് തോന്നി എന്തോ ലോകം മൊത്തവും ഞടുങ്ങുന്ന, അതായത് ഇടിവെട്ടുന്നത് പോലെ കുറേ നേരത്തേക്ക് ഓരോന്നോരോന്ന് മുറിഞ്ഞു വീഴുമ്പോൾ അത്ര സൗണ്ടല്ലേ. അനേകം പന ഞെട്ടി അലച്ച് പതിച്ചത് ഓരോ വിധം. അത്രമാത്രം ഊക്കായിരുന്നു ആ ദുഷ്ടനെ എടുത്തെറിഞ്ഞത്. വെട്ടും ഇടിയും കൊടുങ്കാറ്റുമായി വന്നു പുഷ്ട്യാ കദളി വനം തകർക്കും തരം ചിത്രമല്ല.
ഓർക്കിൽ ഏതേ ഓർക്കിലതേതും ഓതപ്രോതവർത്തിനിയായുള്ള ഭൂതധരിത്രിയെ നിത്യം ധരിച്ചോരനന്തനല്ലോ ബലഭദ്രൻ അത്യാശ്ചര്യം ഇല്ല. ഈ തൊഴിലേതും ഈ ആശ്ചര്യമല്ല, ഇത് ആർക്കുള്ള തൊഴിലാ ബലരാമൻ്റെ. കാരണം എന്താ, ഭൂമിയും ബലരാമനായിട്ട് ഊടും പാവും പോലെയാണ്. ഓതപ്രോത എന്ത് അതാണ്ട് ചിത്രമല്ലോർക്കിലതേത് ഓതപ്രോതമായുള്ള ഓതപ്രോത ഊടും പാവും. ഒരു മുണ്ടിന് ഊടുമുണ്ട് പാവുമുണ്ട്. തെക്കോട്ടും കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് ഇട്ടിട്ട് തെക്കുന്ന് വടക്കോട്ടിട്ട് വേണം ഇത് പാവി എടുക്കാൻ. ഒരു മുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും പറ്റും നൂലിട്ടാണ് മുണ്ട് നെയ്യുന്നത്. അതോടാണ് ഊടും പാവും, അത് ഓതപ്രോതം എന്ന് പറയും. അതുപോലെയാണ് ഒരു ഭൂമിയും ഈ ബലരാമനുമായിട്ട് ഊടും പാവും പോലുള്ള ബന്ധമാണ്. അനന്തനാണല്ലോ. അതുകൊണ്ട് ഇത് ഒരു അത്രയ്ക്കൊരു അത്ഭുതമൊന്നും അല്ല ഈ ബലരാമൻ്റെ ഈ അതിക്രമം. അതുകൊണ്ട് വെട്ടും ഇടിയും കൊടുങ്കാറ്റുമായി വന്നു പുഷ്ട്യ കദളീവനം തകർക്കും തരം. അത് നമുക്ക് തോന്നും, അവിടെയൊക്കെ ഉള്ളവർക്ക് തോന്നി ഇത് ഭയങ്കര ഇടിയും മഴയും കൊടുങ്കാറ്റും ഒക്കെ ആണെന്ന് അങ്ങ് തോന്നിപ്പോകുന്നു. അത്ര ബഹളമായിരുന്നു പനകളെല്ലാം മുറിഞ്ഞ് വീഴുന്നത്. അതുകൊണ്ട് ഇത് ചിത്രമല്ല, ഇത് അത്ഭുതമൊന്നും അല്ല. കാരണം ഓതപ്രോതവർത്തിനിയായുള്ള ഭൂതധരിത്രിയെ ഭൂമിദേവിയെ ഇത് ഊടും പാവും പോലാണ് നിത്യം ധരിച്ചോരനന്തനല്ലോ. അനന്തനാര ബലരാമൻ. അപ്പം നിത്യവും ധരിച്ചിരിക്കുന്നത് ഈ ഭൂമിദേവിയെ. അതുകൊണ്ടിവിടെ ബലരാമനും ഈ ഭൂമിയായിട്ട് ഊടും പാവും പോലെയാണ് അവർ തങ്ങളി. അതുകൊണ്ട് നിത്യം ധരിച്ചോരനന്തനല്ലോ ബലഭദ്രന്. അത്യാശ്ചര്യം അല്ല ഈ തൊഴിലേതും. ഈ തൊഴിൽ ഒരാശ്ചര്യമല്ല. കാരണം കലപ്പയൊക്കെയാണല്ലോ അദ്ദേഹത്തിൻ്റെ ആയുധം. ഭൂമി ഉഴുവാനും കലപ്പയ്ക്ക് ആവശ്യമുണ്ടല്ലോ. എന്തുകൊണ്ടും ഭൂമിയും അനന്തനായിട്ട് ബലരാമനുമായിട്ട് നല്ല ബന്ധമാണ്, ഊടും പാവും പോലെ എന്നാണ് ഇതിൽ പറയുന്നത്. അല്ലാതെ എനിക്കതിനെപ്പറ്റിയൊന്നും അറിഞ്ഞുകൂടാ. ഭർത്തൃവധം കണ്ടു ഖേദ കോപത്തോടും, അതായത് ഈ മരിച്ചപ്പോൾ ഈ ധേനുകനൊക്കെ ഇങ്ങനെ മരിച്ചു കിടക്കുന്ന കണ്ട് ഈ അസുരന്മാർ. അപ്പോൾ ഈ ഭാര്യ ഭർത്താവിൻ്റെ ഈ വധം കണ്ടപ്പോൾ ഖേദകോപത്തോടും സഹിക്കാൻ മേത്ത വിഷമത്തോടും കോപത്തോടും തത്ര സമബലധേനുകന്മാരെല്ലാം ഈ ഭർത്താവിൻ്റെ വധം മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോൾ സമബല ധേനുകനോടൊപ്പം സമബലമുള്ളവരെല്ലാം എന്ത് വന്നു, ഗർദഭവേഷം ധരിച്ചു നിരക്കവേ സദ്യോ നിരന്തരം തത്ര സരഭസം അട്ടഹാസം ചെയ്തടുക്കുന്നത് കണ്ട് പുഷ്ടകോപത്തോടെ കൃഷ്ണനും രാമനും. അപ്പോൾ എന്ത് വന്നു, ഈ അസുരന്മാർ ചുഴറ്റി എറിഞ്ഞല്ലോ ബലഭദ്രൻ. അപ്പോൾ ഈ മരിച്ചു കിടക്കുന്ന കണ്ടപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാണ്ട് വിഷമവും കോപവും എല്ലായിടായപ്പോൾ കുറേ ദുഷ്ടന്മാർ അസുരന്മാർ ഗർദഭ വേഷം ധരിച്ച് വന്നു, കഴുത വേഷം. അതെന്തിനാ, ഇവൻ്റെ ഈ മരിച്ചു കിടക്കുന്നതിൻ്റെ ഭാര്യ സങ്കടപ്പെട്ട് കാണും. അതാണ് ഭർത്താവിൻ്റെ ഭർത്തൃവധം. അത് കണ്ടപ്പോൾ സമ അസുരന്മാർ, തേരുകളോടൊപ്പം ശക്തിയുള്ള കുറേ അസുരന്മാർ കഴുതയുടെ വേഷം ധരിച്ച് നിരന്ന് വന്നു. സദ്യോ നിരന്തരം തത്ര സരഭസം അട്ടഹാസം ചെയ്തടുക്കുന്ന അത് കണ്ടു. ഈ കഴുതയുടെ വേഷം പോലെ എല്ലാവരും അസുരന്മാരെല്ലാം നിരന്നങ്ങ് വന്നു. എന്നപ്പോൾ എന്തു വന്നു, ഭഗവാനും കൃഷ്ണനും പുഷ്ടകോപത്തോടെ കൃഷ്ണനും രാമനും എങ്ങനെ നിൽക്കുന്നു, അഗ്നിയും വായുവും ഒത്ത് അരണ്യാന്തരം പൊക്കുപിടിച്ചു ദഹിക്കുന്ന അതുപോലെ മുഷ്കോടണഞ്ഞു പിടിച്ചു ചുരുട്ടി മുഷ്ടികളാൽ പ്രഹരിച്ചു അനുദ്രുതം. കാരണം ഭഗവാനും കൃഷ്ണനൊക്കെ ഈ അട്ടഹാസം ചെയ്തിങ്ങനെ അവന്മാരൊന്ന് അടുത്തല്ലോ ഈ കഴുതയുടെ വേഷം കൊണ്ട്. അപ്പോൾ ഭഗവാനും കൃഷ്ണനും രാമനും എങ്ങനെ നിൽക്കുന്നു, അഗ്നിയും വായുവും പോലെ. കൃഷ്ണനും രാമനും അഗ്നി പിടിച്ചാൽ വായു എന്ത് ചെയ്യും, പടർന്ന് മൊത്തത്തിലങ്ങ് കയറും ഒരു കയറ്റം. നിങ്ങൾക്ക് അതറിയാമോ, ഒരു വനത്തിൽ നല്ല ഉണങ്ങിയ കരിയിലൊക്കെ ഒരു തീ പിടിച്ചാൽ കാറ്റ് കൂടെ വീശും. അതാണ് കൃഷ്ണനും രാമനും അതിൻ്റെ ഉദാഹരണം. കൃഷ്ണൻ അഗ്നിയാണെങ്കിൽ രാമൻ കാറ്റ്. അതുകൊണ്ട് അഗ്നിയും, അതായത് ബലരാമൻ ഭൂമിയും ബലരാമനും ഊടും പാവും എന്ന് പറയുന്നത് പോലെ കൃഷ്ണനും രാമനും അഗ്നിയും കാറ്റുമാണ്. എന്ന് വെച്ചാൽ
അഗ്നി അങ്ങോട്ട് കത്തുമ്പോഴേ ബലരാമൻ എന്ത് ചെയ്യും? കാറ്റ് പറത്തി അഗ്നിയെ മൊത്തത്തിൽ കൊണ്ടങ്ങ് ചുറ്റിക്കറങ്ങി എല്ലാം വെന്ത് നശിപ്പിക്കും. അതുപോലെയാണ് ഇവിടെ പറയുന്ന ഉദാഹരണം. ഈ കോപം അങ്ങോട്ട് വന്ന് അട്ടഹാസം ചെയ്ത് അടുത്ത് കണ്ടപ്പോൾ ഇന്ന് ഈ എന്തോ എൻ്റെ പേര് കഴുത വേഷത്തിൽ വന്ന ദുഷ്ടന്മാരെ കണ്ടപ്പോൾ പുഷ്ടകോപത്തോടെ കൃഷ്ണനും രാമനും അത്രത്തോളം ദേഷിച്ച കോപത്തോട് വന്ന് അഗ്നിയും വായുവും ഒത്ത് അരണ്യാന്തരം പൊക്കു പിടിച്ചു. അരണ്യാന്തരം കാനനം. ആ കാനനത്തിൽ വായുവും അഗ്നി എങ്ങനെ കത്തിപ്പടരുന്നത് അതുപോലെ കൃഷ്ണനും രാമനും പുക്കു പിടിച്ചു ദഹിക്കുന്നത് പോലെ മുഷ്കോട് അണഞ്ഞു പിടിച്ചു ചുരുട്ടി അങ്ങ് മുഷ്ടികളാൽ പ്രഹരിച്ചു അനുദ്രുതം. അവിടെ തീ പിടിച്ചെന്നല്ല എൻ്റെ അർത്ഥം. രണ്ടുപേരും ഈ അഗ്നിക്കും വായുവിനും തുല്യം പോലെ രണ്ടുപേരും മെല്ലെന്നും പറഞ്ഞ് രാമനും കൃഷ്ണനും കൂടെ മുഷ്ടി ചുരുട്ടി പ്രഹരിച്ചു ഈ ഗർദഭവേഷം ധരിച്ചു വന്ന അസുരന്മാരെ. കാരണം ഇവിടെ ഉദാഹരണം കൊടുത്തേക്കുന്നത് അഗ്നിയും വായുവും പോലെ എന്നാണ്. രണ്ടുപേരും തത്തുല്യം നിന്നുകൊണ്ട് അഗ്നി അങ്ങോട്ട് കത്തുമ്പോൾ കാറ്റുകൊണ്ട് വീശി മൊത്തം ആളി കത്തുന്നത് പോലെ കൃഷ്ണൻ്റെയും രാമൻ്റെയും മുഷ്ടി ചുരുട്ടി ഈ ഗർദഭവേഷം ധരിച്ചിരിക്കുന്ന അസുരന്മാരെ മൊത്തം ഇടിച്ച് ചുരുട്ടി അങ്ങ് വെച്ചു. അതാണ് മുഷ്ടികളാൽ പ്രഹരിച്ചു അനുദ്രുതം. വൃക്ഷങ്ങൾ തോറും പിടിച്ചു ചുഴറ്റിയങ്ങ് അക്ഷണം ഊക്കോടെറിഞ്ഞു ഒരുത്തനെ കൈക്കൊണ്ട് മറ്റൊരുത്തന്മേലെറിഞ്ഞും നിഷ്കൃപന്മാരെ ഒടുക്കിനാരൊക്കവേ. കാരണം വൃക്ഷങ്ങളിലെല്ലാം പിടിച്ചു ചുഴറ്റി ഇവന്മാരെ ഈ കഴുതകളെ ഈ ഗർദഭവേഷം കഴുതവേഷം വന്ന് ഈ മുഷ്ടി ഈ ദുഷ്ടന്മാരായ അസുരന്മാരെ ഇവർ രണ്ടുപേരും കൂടെ ചുരുട്ടി എറിഞ്ഞു ഈ ഓരോ വൃക്ഷത്തിൻ്റെ മൂട്ടിലോട്ടും പിന്നെ എങ്ങോട്ടാണ് ഒരുത്തൻ്റെ മേലൊരുത്തനെ എറിയും. ഒരു അസുരൻ്റെ മേളിൽ വേറൊരു അസുരനെ എറിയും. തങ്ങളി അവർ തന്നെ മുട്ടി അങ്ങ് ചത്തോളും. അങ്ങനെ നിഷ്കൃപന്മാരെ ഒടുക്കിനാരൊക്കെ ഈ അഹങ്കാരികളെ ഭഗവാനും രാമനും കൂടെ എല്ലാവരെയും കൊന്നൊടുക്കി മുഷ്ടി ചുരുട്ടി അഗ്നിയും കാറ്റും എങ്ങനെ നശിപ്പിക്കും അതുപോലെ ചെയ്തു. തക്ഷണീ ചത്തു നിരക്കെ വീണിടും ശുക്ര ശിഷ്യന്മാർ ശവങ്ങളാലും ബദ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചത്തു നിരന്നെല്ലാവരും വീണിടും ശുക്ര ശിഷ്യന്മാർ ശുക്രാചാര്യരുടെ ശിഷ്യന്മാരായ ഈ അസുരന്മാർ മൊത്തവും ശവങ്ങളാൽ നിരന്നു. എന്തു ചെയ്തു? കാറ്റ് വീശി അഗ്നിയെ പടർത്തി എല്ലാം നിരന്ന് കത്തിയിരിക്കും പോലെ ഭഗവാനും രാമനും കൂടെ മുഷ്ടിയുരുട്ടി എല്ലാവരെയും അടിച്ച് തകർത്ത് കൊന്നങ്ങിട്ടു. തങ്ങളി അവരെ ഓരോരുത്തരെ ഒരസുരൻ്റെ മേളിൽ വേറൊരസുരനെ എറിഞ്ഞെറിഞ്ഞ് അവർ തങ്ങളിൽ തന്നെ ചെന്ന് മുട്ടിയും തട്ടിയൊക്കെ അങ്ങനെയും കുറേ അങ്ങ് ചത്തു. ഇവർ ഇടിച്ചുരുട്ടി ചത്തു. സന്തോഷമായി ശുക്രശിഷ്യന്മാർ ശവങ്ങളായി മാറി. തൽസമയത്തിങ്കലാശു മറിഞ്ഞു വീണെത്രയും ഏറ്റം പനകളാലും തഥാ. ആ സമയത്ത് എന്ത് വേണു? ഇവന്മാർ തന്നെ തട്ടി കുറേ പനകൾ മറിഞ്ഞു വീണ് തൽസമയത്തിങ്കലാശു ഈ ശവങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രമാത്രം ഊക്കുള്ള അസുരന്മാരാണ്. സാധാരണ നമ്മളെപ്പോലുള്ള മനുഷ്യരല്ല, അത്ര ശക്തിയേറിയ ഭയങ്കര ശക്തിയേറിയ ശരീരങ്ങളെല്ലാം ഉണ്ട്. ഒരു പനയുടെ മുകളിൽ ഒരു അസുരൻ നിന്ന് വീണ പന അങ്ങ് ഒടിയും. അതുകൊണ്ട് തൽസമയത്തിൽ ആ സമയം ഈ ശവങ്ങൾ വീണപ്പോൾ തന്നെ കുറേ പനകളും അവിടെ മറിഞ്ഞു വീണു. തഥാ മിക്കതും ഒക്കെ മറഞ്ഞു ധരാതലം. മിക്കതും മറിഞ്ഞു വീണപ്പോൾ അവിടെ മൊത്തവും മറഞ്ഞു. ഈ ധരാതലം ഭൂമിയാണ് ധര, തലം അതിൻ്റെ നിരപ്പ്. ഭൂമിയുടെ നിരന്ന ഭാഗം മൊത്തവും അത് ഭൂമിയുടെ സമതലം. മുകൾ പരപ്പിൽ ഈ വൃക്ഷങ്ങൾ കൊണ്ട് പനകൾ കൊണ്ട് മൊത്ത ഭൂമി അങ്ങ് മറഞ്ഞു. കാരണം ഇഷ്ടം പോലെ തെക്കോട്ടും വടക്കോട്ടും വീണ് അതെല്ലാം ഭൂമി അങ്ങ് അകത്തായി വൃക്ഷം കൊണ്ടങ്ങ് നിരന്നു സമതലം മൊത്തവും. ഒക്കെ അത് പൊഴുത് അന്തരീക്ഷാന്തരേ ചിക്കനെ വന്ന് അമരോഖം അകം കരിഞ്ഞുൾക്കുതുകേന പൂമാരി തൂകിയിടിനാർ. ഇത് കണ്ടപ്പോൾ മിക്കതുമൊക്കെ മറഞ്ഞു ധരാതലം ഒക്കെ അത് പൊഴുത് അന്തരീക്ഷാന്തരേ. ഇങ്ങനെ ഇതെല്ലാം അന്തരീക്ഷത്തിൽ നിന്ന ദേവന്മാരിത് കണ്ടു. അപ്പോഴെന്ത് വന്നു? ചിക്കനേ വന്ന് അമരോഖത്ത് ദേവന്മാർ കൂട്ടത്തോടെ വന്ന് ഉൾക്കുതുകേന പൂമാരി തൂകിന. ഇത്രയും അസുരന്മാർ മരിച്ചല്ലോ. ആ സന്തോഷത്തിൽ ദേവകളെല്ലാം വന്ന് നിരന്നു നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു ബലരാമനെയും കൃഷ്ണനെയും. ഭദ്രാത്മനാവാദ്യഘോഷേണ താളങ്ങളൊത്തി സ്തുതിച്ചു അനുജന്മാരെയും ബലരാമനെയും അനുജനായ കൃഷ്ണനെയും ഭദ്രാത്മനാവാദ്യഘോഷങ്ങളിലെ താളങ്ങളെല്ലാം ഒത്തി സ്തുതിച്ചു. അതായത് നല്ലതുപോലെ സ്തുതികളും പിന്നെ താളമേളങ്ങളോട് ബലരാമനെയും അനുജനെയും അത്രത്തോളം വാദ്യഘോഷങ്ങളോട് തന്നെ
നൃത്തഗീത സ്തുതി കേട്ടു സന്തോഷമാർന്നെത്രയും ആശ്ചര്യം ഉൾക്കൊണ്ടു ബാലരും. അവിടെ നിന്ന് കുട്ടികളോ ഇത് കണ്ടപ്പോൾ പുഷ്പവൃഷ്ടിയൊക്കെ ചെയ്തപ്പോൾ അവിടെ നൃത്തങ്ങളും വാദ്യഘോഷങ്ങളും രാമനെയും കൃഷ്ണനെയും പുഷ്പങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ ആശ്ചര്യമുണ്ടായി. ആർക്കാണ്? അവിടെയുള്ള ഗോപിമാർ. അവരെല്ലാം ഭയന്ന് വിറച്ച് പശുക്കളുമായിട്ട് ദൂരെ നിൽക്കുകയല്ലേ. ഇവിടെ സംഭവം വല്ലാത്തൊരു ആഘോഷമായിരുന്നല്ലോ. പനകണ്ട വീഴക്കം, ഈ അസുരന്മാരുടെ വീഴക്കം, ഭയങ്കര യുദ്ധം, ഇതെല്ലാം കണ്ടപ്പോൾ അവർ ആശ്ചര്യം ഉൾക്കൊണ്ട് നൃത്തഗീതവും സ്തുതിയൊക്കെ ആകാശത്തു നിന്ന് ദേവന്മാരും വർഷിക്കുന്നു. അതെല്ലാം അവിടെ കേട്ടപ്പോൾ ആശ്ചര്യമുണ്ടായി ഈ കുട്ടികൾക്ക്. സത്വരം കൃഷ്ണരാമന്മാരെയും പുണർന്ന് അത്യാദരേണമേ വീടിനാർ ചൂഴവും. അപ്പോൾ കൃഷ്ണനെയും രാമനെയും പുണർന്ന് സന്തോഷത്താൽ അവരെല്ലാം കെട്ടിപ്പുണർന്ന് മേവിടെ ചൂഴവും. അന്നു തുടങ്ങി പനമ്പഴ ഏവരും ചെന്നെടുത്ത് ആസ്വദിച്ചിടുമാറായതു. അന്ന് തൊട്ട് അസുരന്മാരെല്ലാം നശിച്ചപ്പോൾ പിന്നെ എല്ലാവർക്കും ചെന്നെടുത്ത് ആസ്വദിച്ചിടുമാറായത്. എല്ലാവർക്കും ആർക്ക് വേണം, മനുഷ്യർക്ക് വേണോ പശുക്കൾക്ക് വേണോ, ഒരു ഭയവും കൂടാതെ അന്നൊട്ട് പിന്നെ വേറെ ഒരുപാട് പനന്തോട്ടം ഉണ്ടല്ലോ, അതിൽ നിന്നെല്ലാം എടുത്ത് കഴിക്കുമാറായത്. എല്ലാവർക്കും ആവശ്യം പോലെ എല്ലാം എടുത്ത് കഴിക്കാം, ആരെയും ഭയക്കണ്ട. ഈ ദുഷ്ടന്മാരെല്ലാം നശിച്ച് വെണ്ണീറായി. മുന്നേ കണക്കെ പശുക്കൾക്ക് പേടിയും എന്നീ നടന്നു പുൽമേയുമാറായി വന്നു. പശുക്കൾ മുന്നേ എങ്ങനെയായിരുന്നു? ഈ ദുഷ്ടന്മാരവിടെ താവളമാക്കുന്നതിന് മുന്നേ പശുക്കൾ അവിടെ നന്നായി ഭയം കൂടാതെ നിന്ന് പുല്ലുമേയുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴും അതുകൊണ്ട് ഈ അസുരന്മാരെല്ലാം ചത്തൊടുങ്ങിയപ്പോൾ പശുക്കൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നോ അതുപോലെ പേടിയും എന്നേ ഇല്ലാതെ നടന്ന് നല്ലതുപോലെ നടന്ന് മേയുമാറായി വന്നു പശുക്കളെല്ലാം. ഒരു ഭയം, ആരെയും ഭയക്കണ്ട. അതുപോലെ അവിടെ സന്തോഷമായി പശുക്കൾക്കും അതുപോലെ തന്നെ മറ്റു ജനങ്ങൾക്കും. നന്നായി നടന്നു തുടങ്ങിനാർ പാന്തരും. എല്ലാവരും നന്നായി ഒരു ഭയം കൂടാതെ അതിലെ കൂടെ വഴി നടക്കാം, എല്ലാവർക്കും എല്ലാം എടുത്ത് കഴിക്കാം, എല്ലാം സന്തോഷമായി. നന്ദസുത അഗ്രജന്മാരെ വാഴ്ത്തി സദാ പിന്നെ ബലഭദ്രരും നന്ദസൂനുവും ധന്യാബുധികളാം ഗോപാല ബാലരും കന്നുകിടാങ്ങളെയും തെളിച്ചാശു സായാനേ നടന്നിതമ്പാടി പൂക്കിയിടുവാൻ. അങ്ങനെ ബലഭദ്രനും നന്ദസൂനും, അതാ കുഞ്ഞ് കൃഷ്ണനും ധന്യാമുധികളായ ഗോപാല ബാലരും കന്നുകിടാങ്ങളും എല്ലാവരും എന്തു ചെയ്തു? നന്നായി വൈകുന്നേരം ആയപ്പോൾ അമ്പാടിയിലേക്ക് പോയി. അന്നത്തെ ദിവസം സന്തോഷകരമായി. ഭയം കൂടാതെ പശുക്കൾക്ക് പുല്ലുമേയാം, ജനങ്ങൾക്ക് ചെന്ന് എടുക്കാം, നടന്നു പോകാം. എല്ലാവർക്കും ഭയക്കണ്ട, ഭയക്കണ്ട. മറ്റത് മനുഷ്യർക്ക് നടക്കാൻ പാടില്ല, വിശന്നോ ക്ഷീണിച്ചെന്നോ ഒരു പനമ്പഴം എടുത്ത് കഴിക്കാൻ പാടില്ല, പശുക്കൾക്ക് പേടി കൂടാതെ നിന്ന് മേയാൻ പാടില്ല. ബാലന്മാരും എല്ലാം ഒളിച്ചും പാത്തും ഭയന്നും കഴിയണം. ഇപ്പോൾ ഇനി സുഖം, നല്ല സുഖം. ഭഗവാനും ബലഭദ്രനും വിചാരിച്ചപ്പോൾ അവിടെ സന്തോഷമായി എല്ലാവർക്കും. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ അവർ കന്നുകിടാങ്ങളുമായി ഗോപാലനുമായിട്ട് ധന്യാമുധികളായ നന്ദസൂനുവും കൃഷ്ണനും, നന്ദസൂനു കൃഷ്ണനാണ്, നന്ദൻ്റെ സൂനു, നന്ദഗോപരുടെ മകനാണ് സൂനു. അപ്പോൾ കൃഷ്ണനും ബലരാമനും പശുക്കളെയും മേച്ച് അവസാനം സന്ധ്യയായപ്പോൾ സായാന്യെ അത് വൈകുന്നേരത്ത് നടന്നത് അമ്പാടി ബുക്കിയുടെ അമ്പാടിലേക്ക് നടന്നു. സുന്ദരൻ ഇന്ദിരാ വല്ലഭൻ നന്ദജൻ മന്ദം കുഴൽ വിളിക്കുന്നത് കേൾക്കയാൽ വന്നു തുടങ്ങി മുകിൽ വർണ്ണൻ ഉണ്ണിയെന്നുണ്ണി. വ്രജസ്ത്രീകൾ ആനന്ദം ഉൾക്കൊണ്ട് കണ്ണുകളെയും വഴിയിൽ പതിച്ചു, മറ്റൊന്നും അറിയാതെ നിന്നു പോയാർ ബലാൽ. എന്നും വൈകുന്നേരമാകുമ്പം ഗോപസ്ത്രീകളെല്ലാം കണ്ണൻ വരുന്നത് നോക്കിയിരിക്കും ഭഗവാനെ ഒന്ന് കാണാൻ. രാവിലെ ഇറങ്ങുന്നതല്ലേ, അപ്പം ഇവരാരും ചിലപ്പോൾ കുഞ്ഞുങ്ങൾ രാവിലെ ഇറങ്ങുമ്പോൾ ഈ ഗോപസ്ത്രീ ചിലപ്പോൾ കണ്ടില്ല എന്നും ഇരിക്കും. പിന്നെ കുഞ്ഞ് വൈകിട്ട് വരുവോളം കാത്തിരിക്കുക കണ്ണനെ. മറ്റത് ഈ പശുക്കളെ മേയ്ക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കുഞ്ഞായിട്ട് എന്നപ്പം രാവിലെ പറക്കാരും ഉണ്ണി താണ് കളിക്കുക, അങ്ങനെ കളിക്കുക, കുഴഞ്ഞ് കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കളിപ്പിച്ച ഗോപസ്ത്രീകളാണ്. ഇവർ കുഞ്ഞൊന്ന് വളർന്നപ്പോൾ ഈ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ ഇവർക്ക് ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് വന്നു? ഭഗവാൻ ഓടക്കുള്ളം ഊതിക്കൊണ്ട് ഇങ്ങനെ വരും. വൈകുന്നേരം പശുക്കളുമായിട്ട് വരും. ബലരാമനും ചില ദിവസങ്ങളിൽ ബലരാമൻ കാണൂല, കുട്ടികളും അത് ഗോപന്മാരും
എല്ലാവരുടെ കുഴൽ വിളിക്കുന്നത് കേട്ടപ്പോൾ വന്നു തുടങ്ങി മുകിൽ വർണ്ണൻ ഉണ്ണിയാ. കണ്ണൻ വന്നല്ലോ വരുന്നല്ലോ എന്താ സൗണ്ട് കേട്ട് ഓടക്കുഴലിൻ്റെ നാദം കേൾക്കുമ്പോൾ വന്നു തുടങ്ങി മുകിൽ വർണ്ണൻ ഉണ്ണി എന്നുണ്ണി. ആ കണ്ണൻ വരുന്ന സൗണ്ട് കേൾക്കുന്നു എന്നും പറഞ്ഞ് എന്ത് വന്നു, വ്രജസ്ത്രീകൾ ആനന്ദം ഉൾക്കൊണ്ട് കണ്ണുകളെയും വഴിയിലേക്ക് നോക്കി നിൽക്കുക സ്ത്രീകൾ കണ്ണനെ കാണാൻ. കണ്ണൻ്റെ ഓടക്കുഴൽ കേൾക്കുന്നതേ ഉള്ളൂ, എവിടെതോ വന്നിട്ടുണ്ടെന്ന് കേൾക്കും, ദൂരേന്നേ കേൾക്കും, വന്ന് അടുത്ത് വന്നേ കാണാൻ പറ്റൂ. അപ്പോഴത്തേക്കും അവരിങ്ങനെ കണ്ണിങ്ങനെ നോക്കും വഴിയിലെത്തിയോ എന്ന്. അങ്ങനെ വന്നു തുടങ്ങി മുകിൽ വർണ്ണൻ ഉണ്ണിയെന്നുണ്ണി. വ്രജസ്ത്രീകൾ ആനന്ദം ഉൾക്കൊണ്ട് കണ്ണുകളെയും. ആ സ്ത്രീകളെല്ലാം കണ്ണുകൾ എവിടേക്ക് വരും, വഴിയിൽ വരുന്ന റോഡ് വാക്കിന് അവർ വന്ന് നോക്കി നിൽക്കും ഭഗവാനെ ഒന്ന് കാണാൻ. അത്ര ആനന്ദമല്ലേ ഭഗവാന്റെ മുഖത്ത്, അത്രമാത്രം എന്താ പറയുക ലാവണ്യമല്ലേ. അതുകൊണ്ട് ഭഗവാനെ ഒന്ന് കാണാൻ അവരെല്ലാം വഴിയിലേക്ക് കണ്ണു നട്ടിരിക്കും. അപ്പോൾ കണ്ണുകളെയും വഴിയിൽ പതിച്ചു മറ്റൊന്നും അറിയാതെ നിന്ന് പോയാർ ബലാൽ. അവർ ഭഗവാന്റെ ഓടക്കുഴൽ കേൾക്കുമ്പോൾ തന്നെ എല്ലാം മറന്നുപോകും, അവിടെ ഒന്നും അറിയാതെ നിന്നു പോകും. എങ്ങനെയെന്ന് വെച്ചാൽ എനിക്കത് അനുഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ. ഞാനിവിടെ ഭാഗവതമോ അല്ലെങ്കിൽ യൂട്യൂബ് ഒന്ന് നോക്കാൻ ഇതൊക്കെ ഇട്ടത് ശരിയായോ അല്ലെങ്കിൽ ഇന്ന് എന്ത് ഇടണം ഇത് നോക്കാനോ എടുക്കാനോ ഒന്ന് ഭാഗവതമോ രാമായണമോ അല്ലെങ്കിൽ ഭഗവത്ഗീത എന്തെങ്കിലും ഒന്ന് ഒരുവർ നോക്കിയിടാം എടുക്കാമെന്നും പറഞ്ഞ് ഞാൻ വന്ന് ഇപ്പം അങ്ങ് പോകാം എന്നും പറഞ്ഞ് വന്നിരിക്കും. ഫ്രണ്ടിൽ വന്ന് ഇരിക്കുമ്പോൾ ചിലപ്പം ഗ്യാസിൻ്റെ മുകളിൽ എന്തെങ്കിലും തിളപ്പിക്കുന്ന വെള്ളമോ എന്തെങ്കിലും ഇരിക്കും. ഇപ്പം ചെല്ലാം എന്ന് പറഞ്ഞ് ചെല്ലും. പക്ഷേ ഫ്രണ്ടിലോട്ട് വന്ന് ഈ പുസ്തകം ഭഗവത്ഗീതയോ രാമായണം എന്തായാലും എല്ലാം ഇടുന്നുണ്ടല്ലോ, എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓർമ്മയില്ല, അടുക്കളയിൽ യാതൊരു ഓർമ്മയില്ല. എത്ര ചരുവങ്ങൾ വെള്ളം കരിഞ്ഞു പോയെന്നറിയാവോ, ഓരോർമ്മയില്ല. ഞാൻ വിചാരിക്കും എനിക്ക് ഇതിലും വലുതൊന്നും അല്ലല്ലോ അത്, എനിക്ക് ഭഗവാനിലുള്ള ആനന്ദം തന്നെയാണ് വലുത്. അതുപോലെ ഈ ഗോപസ്ത്രീകൾ എല്ലാം മറന്ന് വഴിയിലേക്ക് നോക്കിയിരിക്കും കണ്ണനെ കാണാൻ. അപ്പോൾ അടുക്കളയില്ല ഓടക്കുള്ളിൽ കേൾക്കുമ്പോഴേ ഫ്രണ്ടിലേക്ക് പോരും, ചിലപ്പോൾ അടുപ്പത്ത് വല്ലതും ഇരിക്കും, അവർക്ക് ഓർമ്മ വരത്തില്ല. അതൊരു വല്ലാത്തൊരു അനുഭവം മക്കളെ. അങ്ങനെ പല മക്കൾക്കും ഇതറിയാം, അത് സത്യമാണെന്ന്. അങ്ങനെയുള്ളവർ കമൻസ് ചെയ്യൂ. കാരണം എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു, ഞാൻ എത്ര എന്തെല്ലാം അടുപ്പ് ചെയ്താലും ഞാൻ മറന്നുപോകും. അല്ലെങ്കിൽ എന്താണ് അത് അവിടെ ഇരുന്നിട്ട് നമ്മൾ ഇതിന് വരണം, അത് നടക്കൂല. ഞാൻ വരിക ഇപ്പം അങ്ങ് ചെല്ലാം, നമുക്ക് കുറച്ച് എന്തെങ്കിലും നോക്കാം അപ്പോഴത്തേക്ക് എന്നും പറഞ്ഞാണ് വരുന്നത്. പക്ഷേ സംഭവം എല്ലാം തരികിടയാവും. എന്നാൽ എനിക്ക് വിഷമമില്ല, കാരണം എനിക്ക് ഇതിൽ കവിഞ്ഞ ഒന്നുമില്ല. അതുകൊണ്ടാണ് എനിക്ക് ഭഗവാന്റെ ഈ നാമസ്തുതികൾ, ഈ ഭാഗവതമായാലും രാമായണമായാലും ഇതിൽ കവിഞ്ഞ് മറ്റൊന്നും അതൊക്കെ രണ്ടാം സ്ഥാനത്തേ ഉള്ളു മക്കളെ. ഭഗവാന്റെ കഥകൾ എത്രമാത്രം നോക്കിയിരുന്നാൽ അതിന് എന്ത് നഷ്ടം വന്നാലും എനിക്കത് നഷ്ടമേ അല്ല. അത് ഭഗവാൻ അറിയാതെ. അതുകൊണ്ട് ഈ കുട്ടികൾ, ഈ സ്ത്രീകളും അതുപോലെ കണ്ണുകളെയും വഴിയിൽ പതിച്ചു മറ്റൊന്നും അറിയാതെ നിന്ന് പോയാർ ബലാൽ. അത് ഭക്തിയുള്ള ഭഗവാനുള്ള സ്നേഹമുള്ള എല്ലാ മക്കളും അങ്ങനെയാണ്. അത് ഒരാൾക്ക് മാത്രം ഉള്ളതല്ല, അത് ഒരുപാട് പേർക്കതറിയാം. നിർമ്മലാകാരമാം ഭിത്തിമേലെങ്ങുമേ നിർമ്മിതമാം ചിത്രരൂപികളെ പോലെ. അവരെങ്ങനെ മതിമറന്ന് നിൽക്കുന്നത്? നിർമ്മിതമാം ചിത്രരൂപികളെ പോലെ. എവിടെയാ? നിർമ്മലാകാരമാം ഭിത്തിമേൽ. നമ്മുടെ വീടിൻ്റെ ഭിത്തിയിലൊക്കെ നിർമ്മലാകാരമാന്ന് വെച്ചാൽ ഒരഴുക്കില്ലാത്ത ഭിത്തി എന്ന് കൂട്ടിക്കോ. നന്നായി പെയിൻ്റൊക്കെ അടിച്ച് വെള്ളയോ അല്ലെങ്കിൽ എന്തെങ്കിലും കളറോ ഒക്കെ അടിച്ച് ഒരു പൊടിയോ അഴുക്കോ ആ ഭിത്തിയിലില്ല. അവിടെ ഒരു ചിത്രരൂപി പോലെ ഒരു സ്ത്രീ, ഒരു പാവ എങ്ങനെ ഒരു രൂപം വരച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ, ഒരു ബാലസ്ത്രീയുടെ, ഗോപസ്ത്രീകളുടെ ഒരു രൂപം എങ്ങനെ നിൽക്കുന്നു അതുപോലെ. കാരണം ഭിത്തിയിൽ മറ്റൊന്നും അഴുക്കില്ല, ശുദ്ധ ഹൃദയമാണ്. ആ ശുദ്ധ ഹൃദയത്തോടു കൂടി ഒരു സ്ത്രീ ഒരു ചിത്രം പോലെ ഭിത്തിയിൽ ഒരു രൂപം വരച്ചു വെച്ചാൽ എങ്ങനെ നിൽക്കുന്നത്? കാരണം ആ ചലനമില്ലാതെ, മറ്റൊന്നും ചിന്തിക്കാതെ, അനക്കമില്ലാതെ. എവിടെ ശ്രദ്ധ? പരമാത്മാവായ കൃഷ്ണൻ വരുന്നല്ലോ എന്ന് മാത്രമാ ശ്രദ്ധ. അവരനങ്ങത്തില്ല. ഒരു ചിത്രം, ഒരു പടം നിൽക്കുന്നത് പോലെ നിൽക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ അഴുക്കില്ലാത്തൊരു ഭിത്തിയിൽ ഒരു പടം എങ്ങനെ ഒട്ടിച്ചു വച്ചേക്കുന്നത് അതുപോലെ. കാരണം എന്താ? അവിടെ ഹൃദയത്തിൽ അഴുക്കില്ല. ആ സമയം അകത്ത് വല്ലതും ഉണ്ടോ? പെരയ്ക്കകത്ത് എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം ഉണ്ടോ? ഇല്ല, അതൊക്കെ മറന്നുപോയി. അതാ മക്കളെ പറഞ്ഞ, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ സർവ്വതും മറക്കണം. നമ്മൾ അറിയാതെ തന്നെ അങ്ങ് മറന്നു പോകും. എന്താ കാരണം? ഈശ്വരനെ ചിന്തിക്കുമ്പോൾ മറ്റെല്ലാം നമ്മൾ മറന്നു പോകുന്നു. അതുകൊണ്ടാണ്. അപ്പം നമുക്ക് പിന്നെ കടിഞ്ഞാണിടണ്ട നമ്മുടെ മനസ്സിനെ. ഭക്തി വർദ്ധിച്ചാൽ അങ്ങനെയാണ്. നമുക്ക് മനസ്സിനെ പിടിച്ച് കെട്ടയൊന്നും വേണ്ട. എത്ര നേരം ഇരുന്നാലും നമ്മൾ അറിയത്തില്ല. നമ്മൾ അവിടെ തന്നെ അങ്ങനെ നിശ്ചലമായി ഇരുന്ന് പോകും. ഈ സ്ത്രീകളും അതുപോലെയാണെന്നാണ് പറഞ്ഞു തരുന്നത്. അതാണ് ഭക്തി.
ഭഗവാനെ കാണുവാനുള്ള ഭക്തിയിൽ അവർ സർവ്വതും മറന്ന് നിർമ്മലാകാരം അവരുടെ ശരീരം അത്രമാത്രം ശുദ്ധതയോടുകൂടി ഒരഴുക്കുമില്ലാതെ നിർമ്മലമായിരിക്കുന്ന ഒരു ഭിത്തിയിൽ എങ്ങനെയാണ് നിർമ്മിതമാകുന്ന ഒരു ചിത്രരൂപി, ഒരു ചിത്രം രൂപം കൽപ്പിച്ച ഒരു ഭിത്തിയിൽ, അഴുക്കില്ലാത്ത ഒരു ഭിത്തിയിൽ, നിർമ്മലമാകുന്ന ഭിത്തിയിൽ എങ്ങനെ നിൽക്കുന്നു, അതുപോലെ അഴുക്കില്ലാത്തൊരു ഹൃദയം ആ ഒരു രൂപത്തോടുകൂടി അവരവിടെ നിൽക്കുന്നു. അവിടെ ഉള്ളിൽ ആരാ ചിന്ത? ഈശ്വരൻ, കണ്ണൻ, കൃഷ്ണനെ മാത്രം. ആ നാദം, ആ ഓടക്കുള്ള നാദവും ഭഗവാന്റെ രൂപവുമാണ് അവിടെ ഹൃദയത്തിനകത്ത്. അങ്ങനെ നോക്കിയാണ് നിൽക്കുന്നത്. അവിടെ മറ്റ് യാതൊരു ചലനവും ആ മനസ്സിനില്ല. മനസ്സെങ്ങോട്ടും ഓടുന്നില്ല. ഭഗവാനെ കാണുവോളം അവർ അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അതാണ് നമ്മളും പഠിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നിർമ്മലാകാരമാം ഭിത്തിമേൽ എങ്ങുമേ നിർമ്മിതമാം ചിത്രരൂപികളെ പോലെ മന്ദസ്മിത ആനനാംബോരുഹം കൊണ്ടുടൻ, മന്ദസ്മിത ആനനാംബോരുഹം കൊണ്ടുടൻ, മന്ദം വികസിച്ചു കണ്ടുള്ള വന്തിക്ക്. അപ്പോൾ മന്ദസ്മിതത്തോടെ പുഞ്ചിരിയോടുകൂടി മുഖം, ആനനം മുഖം, അങ്ങനെ മന്ദസ്മിതാനനാംബോരുഹം കൊണ്ടുടൻ മന്ദം വികസിച്ച് കണ്ടുള്ള വന്തികേ സുന്ദരിമാർ നയനഭ്രമരം മകരന്തം നുകർന്നു തൃപ്തിയാ തഴുകിടിനാർ. അപ്പോൾ അവർ എന്താ സുന്ദരിമാർ എങ്ങനെയാ? നയനഭ്രമരം, കണ്ണാകുന്ന വണ്ട്. ആ കണ്ണിൻ്റെ കൃഷ്ണമണി ഒരു വണ്ട ആ സ്ത്രീകളുടെ. അത് മകരന്തം നുകർന്നു, അവരതിൽ കൂടെ അമൃതം നുകരുന്നു. ഭഗവാനെ ചിന്തിച്ചു. ആ കുഴൽവിളി നാദവും ഭഗവാന്റെ ആ ഒരു രൂപവും കാണാൻ വേണ്ടി കണ്ണൊരു വണ്ടായി നിന്നും കൊണ്ട് എന്ത് ചെയ്യുന്നു? പരമാത്മാവിനെ നുകരുന്നു. ആ ഭഗവാന്റെ ഒരു രൂപവും ആ കുഴൽവിളി നാദവും കൂടെ അവരുടെ ഉള്ളിലേക്ക് ഇഴിഞ്ഞിറങ്ങുന്നു. അതാണ് അമൃത് പകരുക. അതാര് പകരുന്നു? നയനമാകുന്ന വണ്ട്. ഈ സ്ത്രീകളുടെ കണ്ണ് അത് ഭ്രമരമാണ്, അത് വണ്ടാണ്. വണ്ട് തേൻ നുകരുന്ന എങ്ങനെയാ? അതുപോലെ നിശ്ചലമായി അവരെ കണ്ണുകൊണ്ട് ഭഗവാനെ അമൃത് നുകർന്ന് നിൽക്കുന്നു ആ സ്ത്രീകൾ. നമുക്കും അങ്ങനെ ഉണ്ടോ? അതുകൊണ്ട് പറയുന്നു, മന്ദസ്മിതാനനാംബോരുഹം കൊണ്ടുടൻ മന്ദം വികസിച്ച് കണ്ടുള്ള അന്തികേ സുന്ദരിമാർ നയനഭ്രമരം മകരന്തം നുകർന്ന് തൃപ്തിയാ തഴുകിടിനാർ. അപ്പോൾ ഭഗവാന് മന്ദസ്മിതം തൂകി നിൽക്കുന്ന ആ ഭഗവാന്റെ മുഖം കണ്ട് മന്ദം വികസിച്ച് കണ്ടും കൊണ്ട് കണ്ടുള്ള അന്തികെ അടുത്ത് സുന്ദരിമാർ ഇങ്ങനെ നയനഭ്രമരം, കണ്ണനെ ഇങ്ങനെ നോക്കി ഒരു വണ്ട് എങ്ങനെ ഭഗവാന്റെ ലാവണ്യമാക്കുന്ന ആ മുഖത്തെ കണ്ട് നുകരുന്നത്, അതുപോലെ അവർ ഭഗവാൻ അടുത്ത് വരുമ്പോൾ അതുപോലെ നോക്കി നിശ്ചലമായി നിന്നുകൊണ്ട് ഭഗവാൻ അടുത്ത് വരുമ്പോൾ അവർ നുകരുന്നു ആ അമൃത്. ഭഗവാന്റെ ആ ലാവണ്യം, ഭഗവാന്റെ ആ മന്ദസ്മിതം, അങ്ങനെ ആ മന്ദസ്മിത ആനനാംബോരുഹം, ഭഗവാന്റെ ആനന മുഖം അവർ കണ്ടുകൊണ്ട് ആ മന്ദം വികസിച്ച് കണ്ടുള്ള വന്തികയെ സുന്ദരിമാർ ഭഗവാന്റെ അന്തികത്തിൽ തന്നെ അടുത്ത് നിന്നുകൊണ്ട് ഈ സുന്ദരിമാരായിരിക്കുന്ന ഗോപസ്ത്രീകൾ നയനഭ്രമരം വണ്ട്, ആ കണ്ണിൻ്റെ കൃഷ്ണമണി, ആ വണ്ട് പോലെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആ കൃഷ്ണമണി ഭഗവാനെ തന്നെ നോക്കി നിന്ന് അമൃത് നുകർന്ന് നിൽക്കുന്നുമാണ്. അതാ പറയാം, നുകർന്ന് തൃപ്തിയാ തഴുകിടിനാർ. അങ്ങനെയാകുന്നു ഇത്. മന്ദിരേ നിങ്ങൾ പോകുന്നു നന്ദാത്മജൻ ചന്ദ്രസമ ആനനം കൊണ്ടു നിയോഗിച്ചാൻ. അങ്ങനെ ഭഗവാൻ എന്തു പറഞ്ഞു അവരോട്? അങ്ങനെ മന്ദിരേ നിങ്ങളുടെ കാരണം ഒന്നും പോകാതെ കണ്ണ് തന്നെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ യാതൊന്നും മിണ്ടുന്നില്ല. കണ്ണുകൊണ്ട് മാത്രം നുകർന്ന് ആ ഭഗവാന്റെ അനുഭൂതി എങ്ങനെ അങ്ങനെ നുകർന്നെടുക്കുന്നു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? മുഖം കൊണ്ട് ആംഗ്യം കാണിച്ചു, നിങ്ങൾ മന്ദിരേ പോക, നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക് പോകൂ എന്ന്. ചന്ദ്രസമാനനം, ചന്ദ്രനെ പോലെ ഇരിക്കുന്ന ആ മുഖം കൊണ്ട് ഭഗവാൻ ആംഗ്യം കാണിച്ചു. നിങ്ങൾ പോയിക്കൊള്ളൂ എന്ന്. ഭഗവാൻ അറിയാം, കണ്ണനെ കണ്ട് നിൽക്കുകയാണ് അവർ. അവിടെ തന്നെ അതേപോലെ നിശ്ചലമായി ഭഗവാൻ പോയാലും അവരവിടെ തന്നെ നിന്ന് പോകും. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, നിങ്ങളുടെ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളൂ എന്ന് ഭഗവാൻ എങ്ങനെ ചന്ദ്രസമ ആനനം കൊണ്ട് മുഖം കൊണ്ട് നിയോഗിച്ചാൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് മുഖം കൊണ്ട് ആക്ഷം കാണിക്കുമല്ലോ. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഭഗവാൻ നിയോഗിച്ചു, പറഞ്ഞു. നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. അടുത്തത്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇത്രയും സന്തോഷമായിട്ട് ഇത് എല്ലാവരും ഈ സന്തോഷം അനുഭവിക്കണം. ഭഗവാന്റെ ആ സ്നേഹം, ഭഗവാനുള്ള ഭക്തി അത് നമുക്കും നുകരണം. ആ ഗോപസ്ത്രീകൾ എങ്ങനെ നുകർന്നു? ആ മൃദുവാകുന്ന ഭഗവാന്റെ ആനനം, ആ ശോഭ അവർ കണ്ട് നിശ്ചലമായി ഒരു ചിത്രരൂപി, ഒരു ചിത്രം എങ്ങനെ നിൽക്കുന്നു, അതുപോലെ മറ്റെല്ലാം മറന്നിട്ടാണ് നിൽക്കുന്നത്. യാതൊന്നും അവിടെ ഉള്ളിൽ ഓർമ്മയില്ല. നമുക്കും അതുപോലെ ഭഗവാനെ എല്ലാവരും അതുപോലെ നമുക്കും ഭഗവാനെ നുകരണം. ഭഗവാന്റെ ആ സ്നേഹം അത് നമുക്കും ഉൾക്കൊള്ളണം. നമ്മൾ അത്രത്തോളം ഭക്തി വർദ്ധിക്കുമ്പോൾ ഭഗവാൻ അങ്ങനെ നമുക്കും അതുപോലെ ചെയ്യും. ഒരു ഗോപസ്ത്രീ ഭഗവാൻ എങ്ങനെയാണ് കാണുക, അതുപോലെ നമുക്കും നമ്മുടെ ഉള്ളിലും ഭഗവാൻ വസിക്കും. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.